നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ബാർ മാഗ്നറ്റ് ആസ് എ ഈക്വലന്റ് സോളിനോയിഡ് എന്ന ടോപ്പിക്കാണ്. ബാർ മാഗ്നറ്റ് ആസ് ഈക്വലന്റ് സോളിനോയിഡ്. നമ്മൾ ബാർ മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ തന്നെ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, ബാർ മാഗ്നറ്റും സോളിനോയിഡും ഒരേപോലെയാണ്. സോളിനോയിഡ് എന്ന് പറയുന്നത് കറണ്ട് കയറിയും സോളിനോയിഡും ഒരേപോലെയാണ്. അപ്പോൾ സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടു കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കും ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള എക്സ്പ്രഷൻ നമ്മൾ ചെയ്തെടുക്കുന്നത് സോളിനോയിഡിൽ നിന്നാണ്. അപ്പോൾ സോളിനോയിഡ് സങ്കല്പിച്ചുകൊണ്ട് ആ സോളിനോയിഡിന്റെ ആക്സിസിലെ മാഗ്നറ്റിക് ഫീൽഡ് കാണുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് തന്നെയായിരിക്കും, അതേ വാല്യൂ തന്നെയായിരിക്കും ബാർ മാഗ്നറ്റിന്. കാരണം ഇത് രണ്ടും ഒരേ സ്വഭാവം കാണിക്കുന്ന ഡിവൈസുകളാണ്. അതുകൊണ്ട് നമുക്കൊരു സോളിനോയിഡ് എടുക്കാം. കറണ്ട് കയറിയും സോളിനോയിഡാണ് ഞാൻ ഇനി വരയ്ക്കാൻ പോകുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു സോളിനോഡാണ്. ആ സോളിനോഡ് കൂടെ കറണ്ട് കടത്തി വിടുന്നുണ്ട്. ആ കറണ്ട് സോളിനോഡ് കൂടെ കടന്ന് ഈ കോയിലിൽ കൂടെ ചുറ്റി അവസാനം പുറത്തിറങ്ങി പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സോളിനോയിഡ് കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ അതൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ഈ പോയിന്റിൽ നമുക്ക് ഏകദേശം ഇതിൻ്റെ മിഡിലായിട്ട് ഒരു ലൈൻ ഞാൻ വരയ്ക്കുകയാണ്. ലൈൻ ഞാൻ കാണിച്ചു. അതിൻ്റെ അറ്റത്തുള്ള പോയിന്റ് ഒരു ഗ്രീൻ കളറിൽ കാണിച്ചു. അവിടുത്തെ പോയിന്റ് ഒരു പേര് കൊടുത്തു, പി എന്ന പേര് കൊടുത്തു. പി എന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയൊരു എലമെന്റ് എടുക്കുകയാണ് ഇവിടെ. അപ്പോൾ ആ എലമെന്റ് ഞാനൊരു ഷെയ്ഡ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. ഇത്ര ഭാഗത്തുള്ള ഒരു കോയിൽ എടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു ഷെയ്ഡ് ചെയ്യാണ്. ഇത്ര ഭാഗത്തുള്ളൊരു കോയിൽ എടുക്കുകയാണ്. ഈ കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് ആദ്യം കാണുന്നത്. അതിനുശേഷം എന്ത് ചെയ്താൽ മതി, മൊത്തം കോയിൽ കണ്ടെത്തിയാൽ മതി, മൊത്തം കോയിലിൻ്റെ ഇഫക്റ്റ് കണ്ടെത്തിയാൽ മതി. അപ്പോൾ ആദ്യം തന്നെ ഒരു ചെറിയ എലമെന്റ് എടുത്തു. ആ എലമെന്റിന്റെ തിക്നെസ് dx ആണ്. അപ്പോൾ dx തിക്നെസ് ഉള്ള നമ്മളൊരു കോയിലിന്റെ ഭാഗം എടുത്തു. ആ കോയിലിന്റെ ഭാഗം ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് ആദ്യം നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമ്മൾ സെൻറ്ററിൽ നിന്നും ഇങ്ങോട്ടുള്ള ഈ പി എന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്തു. അത് നമുക്ക് ആറായിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ എടുത്ത കാര്യങ്ങളൊന്നും നോക്കാം. എന്തൊക്കെയാണ് എടുത്ത കാര്യങ്ങൾ? ഒരു സോളിനോയിഡ്, ആ സോളിനോയിഡ് കറണ്ട് കടത്തി വിട്ടു. ആ കടത്തി വിട്ട കറണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഐ ആണ്. ഐ കറണ്ട് കടത്തി വിട്ടു. അപ്പോൾ ഇതിങ്ങനെ വട്ടം ചുറ്റി കടന്നു പോവുകയാണ്. അപ്പോൾ ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാണണമെങ്കിൽ നമ്മൾ ചെറിയൊരു എലമെന്റ് എടുത്തു. ആ എലമെന്റ് ആണ് ഇവിടെ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ തിക്നെസ് dx ആണ്. ഇവിടെ നമ്മുടെ ആദ്യത്തെ അസംഷൻ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ലെങ്ത്തിൽ n ടേൺസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിലിപ്പോൾ എത്ര ടേൺസ് ഉണ്ട്? ഇതിലുള്ള ടേൺസിന്റെ എണ്ണം പറയുകയാണെങ്കിൽ ndx ആണ്. dx ആണ് ഇതിന്റെ തിക്നെസ് എങ്കിൽ ഒരു യൂണിറ്റ് ലെങ്ത്തിൽ n ടേൺസ് ഉണ്ടെങ്കിൽ dx ലെങ്ത്തിൽ എത്ര ടേൺസ് ഉണ്ട്? ndx ടേൺസ് ഉണ്ട്. അപ്പോൾ ഈ പച്ച കളറിൽ കാണിച്ചിരിക്കുന്ന ആ ഷെയ്ഡഡ് പോർഷനിൽ ഉള്ള ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ndx ആണ്. അപ്പോൾ ഈ ndxലൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മളിവിടെ കാണേണ്ടത്. നമ്മളിവിടെ എടുക്കുന്ന വാല്യൂ, ഇതിന്റെ റേഡിയസ് എടുക്കുന്നുണ്ട്. ആ റേഡിയസ് എന്ന് പറയുന്നത് നമ്മൾ a ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ റേഡിയസ് നമുക്ക് ഇതിനുള്ളിൽ വരച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ റേഡിയസ് ഞാൻ പുറത്ത് വരയ്ക്കുകയാണ്. ഇവിടെ കാണിക്കുകയാണ്. ഇതാണ് എ, റേഡിയസ് എ. അങ്ങനെയാണ് പി എന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കാണാം. നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ഒരു കോയിലിലൂടെ കറണ്ട് കടന്നു പോയിട്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണുന്നത്. അപ്പോൾ അതിന്റെ കേസ് നമുക്കൊന്ന് ചിത്രം വരച്ചു നോക്കാം. ഇങ്ങനെ സിംഗിൾ ടേൺസിലൂടെ കറണ്ട് കടന്നു പോകുന്ന കേസ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ട്. കറണ്ട് കടന്നു പോകുന്ന സമയത്ത് ഇവിടെ പോയിന്റ് എടുക്കുകയാണ്. ഇതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഇങ്ങോട്ടൊരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആറായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ആറായിട്ട് എടുത്തു. ഇതിന്റെ റേഡിയസ് തന്നെയായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതൊരു സിംഗിൾ കോയിലാണ്. സോളിനോട് തമ്മിൽ എന്താ വ്യത്യാസം? സോളിനോട് കുറേ ടേൺസ് ചേർന്നിട്ട് നോക്കുമ്പോഴാണ് സ്പ്രിംഗ് ഷേപ്പിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ സോളിനോടായി. ഇവിടെ ഒറ്റ ടേൺസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഫോർമുല നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസ് നമ്മൾ x എടുക്കുകയാണെങ്കിൽ, ഇത് x ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് x ആണ്, ഇത് a ആണ്, ഈ കോയിലിന്റെ റേഡിയസ് ആണ്. ആ സെന്ററിൽ നിന്നും ആ ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് കാണാനുള്ള ഫോർമുല നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അത് B = μ0
എൻ ഐ എ സ്ക്വയർ ബൈ 2 ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റെസ്റ്റ് ടു 3/2 ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ ഫോർമുല നമ്മൾ ബൈഹാർട്ട് ആക്കണം. ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്തുന്നത്. അപ്പോൾ ഈ ഫോർമുല മുന്നേ പഠിച്ചതാണ്, എങ്കിലും നിങ്ങളൊന്ന് ഇപ്പോൾ ഒന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. അപ്പം ഞാനിവിടെ ഒരു ലൈൻ വരയ്ക്കാൻ പോവാണ്. ലൈൻ വരച്ചു. അപ്പോൾ ഇവിടെ കാണിച്ച ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ സെൻറ്ററിൽ നിന്നുള്ള ഈ പോയിന്റിലെ പി എന്ന പോയിന്റിലേക്ക് ഡിസ്റ്റൻസ് ആണ് 6. ഇങ്ങോട്ട് നമ്മൾ ലെങ്ത് എടുക്കുന്നുണ്ട്. ആ ലെങ്ത് എന്ന് പറയുന്നത് ഇത് പോയിന്റ് 0 ആയിട്ട് എടുക്കുന്നു. ഇവിടെ ലെങ്ത് L, ഇവിടെ വരെ ലെങ്ത് L ആണ്. ഇവിടെ നോട്ട് നോക്കി കഴിഞ്ഞാൽ ലെങ്ത് L ആണ്. അപ്പോൾ മൊത്തം ലെങ്ത് നോക്കി കഴിഞ്ഞാൽ 2L എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മൊത്തം ഇതിൻ്റെ ടേൺസ് നോക്കി കഴിഞ്ഞാൽ ഈ സോളിനോഡിൻ്റെ മൊത്തം ലെങ്ത് നോക്കി കഴിഞ്ഞാൽ 2L ആണ്. നമ്മൾ 0 എടുത്തു, ഇവിടേക്ക് L എടുത്തു, ഇവിടേക്ക് L എടുത്തു. അപ്പം അങ്ങനെയാണെങ്കിൽ മൊത്തം ലെങ്ത് എത്ര കിട്ടി? 2L ലെങ്ത് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ പി എന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എഴുതാം. അപ്പം അതിനുവേണ്ടി ഞാൻ ചിത്രം ചെറുതാക്കുകയാണ്. അപ്പോൾ ഈ ഫോർമുലയായിട്ടുള്ള സിമിലർ സ്വഭാവമുണ്ട്. ഈ ഫോർമുല നമ്മൾ കണ്ടല്ലോ, ഇതൊരു കോയിലുകൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ എന്നുള്ള കറണ്ട് കടന്നു പോകുമ്പോൾ ഈ ആക്സിസിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഫോർമുലയാണ്. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മൊത്തം മാഗ്നറ്റിക് ഫീൽഡ് കാണാം. ആദ്യം നമ്മൾ ഷെയ്ഡഡ് ഭാഗം കാണിച്ചിട്ടുണ്ട്, പച്ച കളർ ഭാഗം കാണിച്ചിട്ടുണ്ട്. ആ ഒരു എലമെന്റ് കൊണ്ട് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ എഴുതാൻ പറ്റും. dB ഈക്വൽ ടു μ0. ഇപ്പോൾ ഇവിടെ μ0 ഉണ്ട്. n എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഉണ്ടാകുന്ന മൊത്തം ടേൺസിന്റെ എണ്ണമാണ്. ഇവിടെ നമ്മൾ ഒരെണ്ണം എടുത്തുള്ളൂ, നമുക്ക് n ടേൺസ് ഉണ്ടെങ്കിലാണ് n എന്ന് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ എത്ര ടേൺസ് ഉണ്ട്? ndx ടേൺസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? നമുക്ക് ഈ n-ന്റെ സ്ഥാനത്ത് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ndx ആണ് എഴുതിയത്. ഇവിടെ ndx എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ലെങ്ത്തിൽ n ടേൺസ് ഉണ്ട്. അപ്പോൾ dx ലെങ്ത്തിൽ എത്ര ടേൺസ് ഉണ്ട്? ndx ടേൺസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒറ്റ ചുറ്റല്ല, ഒറ്റ കോയിലല്ല, കുറച്ചധികം കോയിലുണ്ട്. ആ കോയിലിന്റെ എണ്ണമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പം μ0 ndx ഇൻറ്റു എത്രയാണ്? കറണ്ട് എന്ന് പറയുന്നത് I തന്നെയാണ്. കറണ്ട് വ്യത്യാസമൊന്നുമില്ല. നമ്മളിവിടെ എടുത്തതും I തന്നെയാണ്, ഇവിടെയും കടന്നു പോകുന്നത് I തന്നെയാണ്. ഇൻറ്റു ഇതിന്റെ റേഡിയസ് ആണ് ഇവിടെ എഴുതേണ്ടത് അല്ലേ? അപ്പം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? a സ്ക്വയറിന് എഴുതാൻ പറ്റും. ബൈ എന്ത് എഴുതാൻ പറ്റും? ബൈ 2 ഇൻറ്റു r. r എന്ന് പറയുന്നത് ഇവിടെ r തന്നെയാണ്. അപ്പോൾ r സ്ക്വയർ പ്ലസ് എന്താണ്? a സ്ക്വയർ എഴുതാം. ഓൾ റൈസ് ടു 3/2 എഴുതി. അപ്പം നമ്മൾ ഈ ഫോർമുല മുന്നേ പഠിച്ചിട്ടുണ്ട്. ആ ഫോർമുലയായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ എഴുതുന്നത്. അതിനുവേണ്ടി സോളിനോട് മൊത്തം എഴുതിയത് ഒരു ചെറിയ എലമെന്റ് എടുത്ു. ആ ചെറിയ എലമെന്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടു. അതിലുള്ള മൊത്തം നമ്പർ ഓഫ് ടേൺസ് ndx ആയതുകൊണ്ട് ഈ ഫോർമുലയിൽ n-ന്റെ സ്ഥാനത്ത് ഇവിടെ n-ന്റെ സ്ഥാനത്ത് ndx ആക്കി. അത്ര മാത്രമേ നമ്മൾ വ്യത്യാസം വരുത്തിയിട്ടുള്ളൂ. സോളിനോഡിന്റെ പ്രത്യേകത എന്താണ്? സോളിനോട് കമ്പാരിറ്റീവ്ലി ചെറുതും അതുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് വളരെ അകലെ ഉണ്ടാവും. ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്നത് വളരെ അകലെ ഉള്ള പോയിന്റ് അല്ല, അടുത്തുള്ള പോയിന്റായിട്ടാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അതിവിടെ സൗകര്യത്തിന് വേണ്ടി വരച്ചതാണ്. യഥാർത്ഥത്തിൽ സോളിനോഡ് ലെങ്ത് ചിലപ്പോൾ 2 സെന്റിമീറ്ററും 4 സെന്റിമീറ്റർ ഉണ്ടാവുള്ളൂ. പക്ഷെ അതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഒരു 75 സെന്റിമീറ്റർ ഒക്കെ അകലെ ഉണ്ടാവും. അപ്പോൾ ഈ r എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ a എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ a സ്ക്വയർ വേണമെങ്കിൽ r സ്ക്വയർ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റും. ഇതിന്റെ ലെങ്ത്തും നമ്മൾ നെഗ്ലക്ട് ചെയ്യാൻ പറ്റും, കാരണം അത് ചെറിയ ലെങ്ത് ആണ്. അപ്പോൾ വലിയൊരു ഡിസ്റ്റൻസിൽ ഇതിന് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇതിന്റെ ഈ ലെങ്ത് നമ്മൾ പരിഗണിക്കാണ്ടിരുന്നത്. ഈ ഫോർമുലയിൽ ഞാൻ എഴുതിയിട്ടില്ല. നമ്മൾ NCERT ബുക്ക് എഴുതുന്ന സമയത്ത് ഇവിടെ ഒരു ടേം എഴുതുന്നുണ്ട്. ആ ടേം എഴുതിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇപ്പോൾ തന്നെ അത് നെഗ്ലക്ട് ചെയ്യാം. കാരണം ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ലെങ്ത് വളരെ അകലെയായതുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ തന്നെ അത് ഒഴിവാക്കുകയാണ്. തുടക്കത്തിൽ തന്നെ സിമ്പിൾ ഫോമിലാണ് എഴുതുന്നത്. ഇനി നമുക്കറിയാൻ പറ്റും എന്താണ്? ഈ a എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വാല്യൂ ആണ്. ഇതിന്റെ റേഡിയസ് r ഇട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വ്യത്യാസമുണ്ട്. r വളരെ കൂടുതലാണ്. അപ്പോൾ r എന്ന് പറയുന്നത് r സ്ക്വയർ എന്ന് പറയുന്നത് നോക്കുമ്പോൾ a സ്ക്വയറിനേക്കാൾ വളരെ വളരെ വലിയൊരു വാല്യൂ ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ r സ്ക്വയർ പ്ലസ് a സ്ക്വയറിനെ ഇങ്ങനെ എഴുതാം. r സ്ക്വയർ പ്ലസ് a സ്ക്വയർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്തായിട്ട് എടുക്കാം? r സ്ക്വയർ എന്ന് എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. അപ്പോൾ നമ്മുടെ ഈ മാത്തമെറ്റിക് കാൽക്കുലേഷൻ എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അസംപ്ഷൻ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? dB എന്ന് പറയുന്നത് dB എന്ന് പറയുന്നത് എന്താണ്? ഈ ചെറിയ എലമെന്റ് ഒരു കോയിൽ കടന്നു പോകുന്ന ചെറിയൊരു
തിക്നെസ് ഉള്ള ഭാഗം ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് dB എന്ന് പറയുന്നു. അപ്പോൾ dB കിട്ടും. നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇത് r² + a² r² ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. dB കിട്ടും μ0, ഞാൻ ndx അങ്ങനെ തന്നെ എഴുതുകയാണ്, into I a² by 2 into r² all raised to 3/2. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാൻ പറ്റും ഈ 2ഉം ഈ 2ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫോം എന്താണ്? dB കിട്ടും μ0 n dx I a² by 2 into r³ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡ് dB എന്ന് പറയുന്നത് μ0 n I a² by 2 r³ into dx എന്ന് എഴുതാം. കാരണം ഇതിലെ കോൺസ്റ്റന്റുകളൊക്കെ മാറ്റി നിർത്തി. ഇപ്പോൾ dx മാത്രം എന്ത് ചെയ്തു? ഈ ടേമിനെ dx എന്ന് പറയുന്ന ടേമിനെ മാറ്റി നിർത്തി, ബാക്കി എല്ലാതിനെയും ഒരുമിച്ച് നിർത്തി. അപ്പം μ0 n I a² ഇവിടെ എഴുതി, 2 r³ എന്ന് എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇന്റഗ്രേഷൻ ചെയ്യാം. ഇവിടെ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുന്നു, ഇവിടെ ഇന്റഗ്രേഷൻ ചെയ്യുന്നു. കാരണം നമ്മൾ ചെറിയൊരു എലമെന്റ് എടുത്ത് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡാണ് ഇവിടെ എഴുതിയത്. ഒരു ചെറിയൊരു ഗ്രീൻ കളറിൽ ഷെയ്ഡഡ് റീജിയൻ കാണിച്ചിട്ടുണ്ടല്ലോ, അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡാണ് എഴുതിയത്. നമുക്ക് മൊത്തം മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ കാണാം? ആ മൊത്തം മാഗ്നറ്റിക് ഫീൽഡ് കാണുന്നതിന് ആ ചിത്രം നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ചെറിയ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന ഷെയ്ഡ് റീജിയന്റെ മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് മൊത്തം കാണാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ +L -L, ഇതാണ് +L, ഇതാണ് -L. അപ്പം -L തൊട്ട് +L വരെ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യണം. കാരണം എന്താണ്? നമ്മൾ ചെറിയൊരു dx കണ്ടിട്ടുള്ളൂ. ഇനി മൊത്തം കാണണമെങ്കിൽ -L തൊട്ട് +L വരെ ഇന്റഗ്രേഷൻ നടത്തണം. ചെറുതിൻ്റെയാണ് കണ്ട് മൊത്തം കാണണമെങ്കിൽ ഇന്റഗ്രേഷൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്റഗ്രേഷൻ ചെയ്യാനാണ് പോകുന്നത്. ലിമിറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് -L തൊട്ട് +L വരെ. അപ്പം -L തൊട്ട് +L വരെയാണ് നമ്മൾ ഇന്റഗ്രേഷൻ നടത്തുന്നത്. അപ്പോൾ ഇവിടെ dB ഇന്റഗ്രേഷൻ നടത്തി നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. അപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0 n I a² by 2 r³ into dx. dx എന്ന് പറഞ്ഞാൽ x ആണ്. നമ്മൾ എവിടെ തൊട്ട് ലിമിറ്റ് കൊടുക്കേണ്ടത്? ലിമിറ്റ് എന്ന് പറയുന്നത് -L തൊട്ടിട്ട് +L വരെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ലിമിറ്റ് കൊടുത്താൽ കിട്ടുന്നത് μ0 n I a² by 2 r³ into x. എക്സിന്റെ ലിമിറ്റ് കൊടുക്കുമ്പോൾ ആദ്യം L കൊടുത്തു, -L ആണ്. അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ് ഓർഡർ കൊടുക്കേണ്ടത്. ആദ്യം അപ്പർ ലിമിറ്റ് എക്സിന്റെ സ്ഥാനത്ത് കൊടുത്തു, മൈനസ് ചെയ്യുക, -L കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കിട്ടി. L -L എന്ന് പറയുന്നത് 2L ആണ്. അപ്പോൾ ഇതിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2L എന്ന് എഴുതാൻ പറ്റും. അതിപ്പോൾ ഞാൻ കാണിക്കുന്നതിന് ഈക്വലന്റ് ആയിട്ട് 2L എന്ന് എടുക്കുകയാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ത് എഴുതാൻ പറ്റും നമുക്ക്? അപ്പോൾ B കിട്ടും. നമുക്ക് ഇങ്ങനെ എഴുതാം μ0 n I a² by 2 r³ into 2L എന്ന് എഴുതാം. ഇനി ഇവിടെ നോക്കിയ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. n into 2L എന്താന്ന് നോക്കാം. n into 2L ഇത് ഒരു യൂണിറ്റ് ലെങ്ത്തിലുള്ള നമ്പർ ഓഫ് ടേൺസ് ആണ് n, ടോട്ടൽ ലെങ്ത് L ആണ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടും? ഇത് രണ്ടും മൾട്ടിപ്ലൈ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ്. ഒരു കോയിലിന്റെ ഒരു യൂണിറ്റ് ലെങ്ത്തിലുള്ള നമ്പർ ഓഫ് ടേൺസ് ആണ് n, മൊത്തം ലെങ്ത് 2L ഉണ്ടെങ്കിൽ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. B കിട്ടും μ0 n I a² by 2 r³ എഴുതി. ഈ ടൈമിൽ ഞാൻ മുകളിൽ ഒരു 2π കൊണ്ടുവരുന്നു. ഇവിടെ ഒരു 2π കൊണ്ടുവരികയാണ്, അടിയിലും ഒരു 2π കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ വലിയ മാറ്റമൊന്നുമില്ല. കാരണം മേലെയും കൊണ്ടുവന്നു, അടിയിലും കൊണ്ടുവന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനിങ്ങനെ എഴുതാൻ പറ്റും. ഇത് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. πa² എന്ന് പറഞ്ഞ ടൈം വന്നിട്ടുണ്ട്. πa² എന്ന് പറയുന്നത് എന്താണ്? ഏരിയയാണ്.
എ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ സോളിനോഡിന്റെ റേഡിയസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പൈ എ സ്ക്വയർ എന്ന് പറയുന്നത് ഏരിയ ആണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ എടുത്ത കോയിലിന്റെ ഇതെന്ന് പറഞ്ഞ് എ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പൈ എ സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ എന്താ കിട്ടും? നമുക്ക് ഏരിയ കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ പൈ എ സ്ക്വയർ എന്ന് പറയുന്ന ടേം ഇവിടെ ഉണ്ട്, അത് ഏരിയയാണ്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? μ0 n i, ഇതിനെ പൈ എ സ്ക്വയർ നമ്മൾ എന്ത് കൊടുത്തു? ഏരിയ എന്ന് കൊടുത്തു, ഇൻറ്റു 2. ഈ 2നെ ഞാൻ ലാസ്റ്റ് വെച്ചു. ബൈ എന്ത് എഴുതാൻ പറ്റും? 4π r³ എന്ന് എഴുതാൻ പറ്റും. ഇതിൽ i ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താണ്? സോറി, ഇവിടെ സ്മോൾ n അല്ല, ക്യാപിറ്റൽ n ആണ്. അത് നോട്ട് ചെയ്യാം, ക്യാപിറ്റൽ n ആണ്. അപ്പോൾ ni എന്ന് പറയുന്നത് എന്താണ്? ഈ ടേം ഐൻ്റെ എന്ന് പറയുന്നത് എം ആണ്. അതിൻ്റെ ഒരുപാട് ടേൺസ് ഉണ്ടെങ്കിൽ എന്ത് കിട്ടും? മൊത്തം മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് കിട്ടുക. അപ്പം നമുക്ക് മൊത്തം മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എം എന്നുകൊണ്ട് സിമ്പിൾ കൊണ്ട് നമുക്ക് കാണിക്കാം. അപ്പോൾ എം എന്ന് പറയുന്നത് ഐ ഇൻറ്റു എ ആണ്, നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ആ ഐഡിയ ആണ് ഇവിടെ കൊടുക്കുന്നത്. ni എന്ന് പറയുന്നതും അപ്പോഴെന്താണ്? മൊത്തം മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് മാറ്റം വരുത്തി ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതിനെ μ0 ബൈ 4π ഇൻറ്റു 2m/r³ എന്ന് കിട്ടി. അപ്പോൾ ഒരു സോളിനോഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടപ്പോൾ നമുക്ക് കിട്ടിയത് ബി കിട്ടി μ0 ബൈ 4π ഇൻറ്റു 2m/r³ ആണ്. നമുക്ക് ആ സോളിനോടൊന്ന് നോക്കാം, അതും ഇതിൻ്റെ വാല്യൂ വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കിട്ടി. ആ വാല്യൂ നമുക്ക് ഒന്നുകൂടി എടുത്ത് എഴുതാം. ബി കിട്ടു μ0 ബൈ 4π ഇൻറ്റു 2m/r³. ഈ വാല്യൂ ബൈ ഹാർട്ട് പഠിക്കേണ്ട വാല്യൂ ആണ്. ഇതൊരു സോളിനോഡ് എന്ന് പറയുന്ന കറണ്ട് കാര്യം സോളിനോഡ് ഒരു ബാർ മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടിയാണ് കാണിക്കുക. അപ്പോൾ ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാണുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? ഒരു സോളിനോഡ് എടുത്ത് അതിവിടെ കറണ്ട് കടത്തി വിട്ട് അതിനെ ബാർ മാഗ്നറ്റിന് തുല്യമാക്കിയിട്ട് നമ്മൾ ആക്സിസിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടു. ആ മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണ് ആരുടെ മാഗ്നറ്റിക് ഫീൽഡ്? ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എഴുതേണ്ടത്. ഈ ഫോർമുലയാണ് നമ്മൾ എഴുതേണ്ടത്. ആർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഡിസ്റ്റൻസ് ആണ്. എം എന്ന് പറയുന്നത് മാഗ്നറ്റിക് മൊമെന്റ് ആണ്. μ0 ബൈ 4π എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഇപ്പം നമ്മൾ കണ്ട ഒരു റിസൾട്ട് എന്താണ്? ഒരു സോളിനോഡിന്റെ പി എന്ന പോയിന്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമ്മൾ കണ്ടത്. അതിന്റെ വാല്യൂ നമ്മൾ കണ്ടെത്തി. ഈ സോളിനോഡ് ഈക്വൽ ടു ഒരു ബാർ മാഗ്നറ്റ് ആണ്. അപ്പം അതുകൊണ്ട് ഞാൻ ബാർ മാഗ്നറ്റിന്റെ ഇതിന്റെ മേലെ വരയ്ക്കുകയാണ്. ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ബാർ മാഗ്നറ്റ് ആണ്. അപ്പോൾ ബാർ മാഗ്നറ്റിന് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവും. അത് ഈ പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഫോർമുല ഇത് തന്നെയാണ്.